നമസ്കാരം, ബ്ലിങ്കിലേക്ക് സ്വാഗതം. അല്ല, കഴിഞ്ഞ ആഴ്ചയല്ലേ CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് AI-നെ കുറിച്ച് പറഞ്ഞത്? സാമ്രാജ്യത്വ ശക്തികളുടെ എന്തോന്ന് സാമ്രാജ്യത്തിന്റെ കയ്യിലാണ്. അത് തന്നെ, ബൂർഷകളുടെ മുതലാളിത്തത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അത് തന്നെ. അപ്പോ ദാ ഇതോ നമ്മളാ ഇപ്പൊ കേരളത്തിൽ 62 ലക്ഷം സാധനങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. അറിയാം. ഇനി നാട്ടിലെ വികസനം വേണ്ടേ, സന്തോഷം വേണം. അതായത് ലാഭിച്ചിട്ടുള്ളോ ജനം വോട്ട് ചെയ്യുന്നു. ഇനിയിലും എല്ലാം നമുക്ക് നാട്ടിലെത്തിക്കണം. ആര് ബാധിച്ചാലും അതൊന്നും വകവെച്ചെടുക്കണം, നമ്മള് പോരാടണം. അതായത് ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന്റെ കിടിലം അല്ലേ? പ്ലിങ്ങോ ഗോവിന്ദൻ മാഷയുടെ തകർപ്പൻ പാർട്ടി ക്ലാസ് കേട്ടപ്പോൾ വഴിയെ പോകുന്ന അന്നമ്മയും പിള്ളേരെയും പിടിച്ചെടുത്തൊരു ഹോട്ടായി കൊടുത്ത് പത്രസമ്മേളനവും കഴിഞ്ഞ് നെട്ടൂര കുടുംബ ഫണ്ടുണ്ടാക്കി കൂട്ടി കുഴച്ച് ഒലത്തി എടുത്തവരല്ലേ പാർട്ടിയുടെ കരിങ്കാലികൾ. ഈ ഡയലോഗാ ഓർമ്മ പറ്റുന്നത്. ഇതൊക്കെ എന്ത്? എൻ്റെ ഗോവിന്ദൻ മാഷേ, ഈ തരത്തിന് നിറം മാറുന്ന നിങ്ങൾക്ക് നല്ല പേര് MV ഗോവിന്ദൻ എന്നല്ല, ബ്ലിങ്ക് അന്ന് പറഞ്ഞതുപോലെ മരയോന്ത് എന്നാക്കിക്കോ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. നിങ്ങൾക്ക് ഈ പണിയും ചേരില്ല മാഷേ. നിങ്ങൾക്ക് പറ്റിയ പണി ഇതാ. അല്ലെങ്കിൽ ഇതൊന്ന് നോക്ക്. മൈസൂർ കാട്ടിലെ കുസന പിടിച്ച് ചൂട് വെള്ളത്തിലിട്ട് അതിന്റെ സത്തെടുത്ത് ഓർ സുള്ളി മാത്രം ഓർ സുള്ളി കാൽ വേദന, കൈ വേദന, കുണുകുണ സൂചി വെക്കുന്ന വേദന എന്ന് വെക്കേ. ഇതല്ലേ നല്ലത് നിങ്ങൾക്ക്? നിങ്ങളുടെ പാർട്ടിയെ ഈ പ്രത്യയശാസ്ത്രത്തിന്റെ ചട്ടക്കൂടിൽ മാത്രം നിന്ന് തൊഴിലാളി പക്ഷമായി കൂലിക്ക് പതിരുകാലത്ത് മണ്ണിൽ കുഴികുത്തി അടിയാളിന് വറ്റിടാത്ത കഞ്ഞി തൂവിയ കാലത്ത് നിന്നും ക്രൂരതയ്ക്ക് പകരം വേണമെങ്കിൽ മാത്രം ഉന്മൂലന സിദ്ധാന്തവും നടപ്പിലാക്കിയ കാലത്തെ അടയാളപ്പെടുത്തിയ നേതാക്കന്മാർ ഈ തലപ്പത്തിരിക്കുന്ന ഒരു മാർക്സിയൻ കമ്മ്യൂണിസ്റ്റ് കാലമുണ്ടായിരുന്നു അല്ലേ? ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. അന്നൊന്നും ഇതേപോലത്തെ പോളിറ്റ് ബ്യൂറോ തമ്പ്രാക്കൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. സോഷ്യലിസമായിരുന്നു വലുത്. അല്ല, ഈ പോളിറ്റ് ബ്യൂറോയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, നിങ്ങളൊരു രഹസ്യ രേഖ ഇറക്കിയില്ലോ. എന്താ അത്? അതല്ല, ഈ കേന്ദ്ര കമ്മിറ്റിയിൽ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ നിങ്ങളുടെ ആ പ്രമേയത്തിൽ അവതരിപ്പിച്ചതിന് വ്യക്തത വരുത്തിക്കൊണ്ട് സംസ്ഥാന ഘടകങ്ങൾക്ക് അയച്ച രഹസ്യരേഖ എന്ന്. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് കേൾക്കണം ആ രഹസ്യരേഖയുടെ സ്വഭാവം. ഞെട്ടരുത് കേട്ടോ ഇത് കേട്ടിട്ട്. CPM-ന്റെ കാര്യത്തിൽ എന്നല്ലേ, നരേന്ദ്രമോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ അല്ലാന്ന്. ഇത് ഞാനല്ല പറഞ്ഞത്, CPM-ന്റെ നിലപാടാണ്. ഇത് കേട്ട് ഞെട്ടിയത് നമ്മൾ ആരുമല്ല, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ്. മിസ്റ്റർ സഖു ബിനോയ്, നിങ്ങൾ ഇനി അങ്ങോട്ട് ഹോൾസെയിലായിട്ട് ഞെട്ടാൻ തയ്യാറായിക്കോട്ടോ. ബ്ലിങ്കിന് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ. എടോ വിശ്വം, താനവിടെ പോകണം, അവളെ കാണണം, കണ്ട് സംസാരിക്കണം. എടോ നിസാര പ്രശ്നമല്ലേടോ. ഇതൊരു നിസാര പ്രശ്നമല്ല. നിസാര പ്രശ്നമാണെങ്കിൽ സഖാവ് ബിനോയ് വിശ്വം പറഞ്ഞതിന് AK ബാലൻ ഇങ്ങനെ മറുപടി പറയുമോ? ബിനോയ് വിശ്വം പറഞ്ഞത് എന്താ? RSS പൂർണ്ണമായും ഫാസിസ്റ്റാണ്. ആ ഫാസിസ്റ്റ് RSSന്റെ വഴിയെ നയിക്കപ്പെടുന്ന ഒരു ഗവൺമെൻറ്റാണ് മോദി ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റിനെ ഞങ്ങൾ ഫാസിസ്റ്റായി കാണുന്നു. CPM-നും അത് തിരുത്തേണ്ടി വരും. CPM-ന്റെ മോദി ഫാസിസ്റ്റ് അല്ല എന്ന പ്രമേയം പുനഃപരിശോധിക്കണം എന്ന്. എന്നാ AK ബാലൻ പറഞ്ഞതോ? ഇപ്പം CPM-ഉം CPI-യും തമ്മിൽ ഐഡിയോളജിക്കലായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ടല്ല രണ്ട് പാർട്ടിയായിട്ട് നിൽക്കുന്നത്. ഇത്തരം വിരുദ്ധ നിലപാട് ഉള്ളത് കൊണ്ടല്ലേ രണ്ട് പാർട്ടിയും രണ്ടായി നിലനിൽക്കുന്നത്. ബാലണ്ണോ, അടുപ്പിച്ചൊരു കട്ടനും പരിപ്പോടെ എടുക്കട്ടെ. ഇത്രയും വലിയ പ്രസ്താവന നടത്തിയതിന് സമ്മതിക്കണ ബാലണ്ണ. ശരിക്കും നിങ്ങൾ ചാൾസ് ശോഭരാജ് തന്നെ കേട്ടോ. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഈ ആ ശോഭരാജിന്റെ ധൈര്യം പറഞ്ഞപ്പോൾ നമ്മുടെ വീണാ മേഡത്തിന്റെ ധൈര്യം കാണാതെ പോകരുത്. കരിങ്കൊടി കാണിച്ച് ഓടിയെടുത്ത യൂത്ത് കോൺഗ്രസിന്റെ ഇടയിൽ നെഞ്ചു വിരിച്ച് കാർന്ന് ഇറങ്ങി ശൗര്യം കാണിച്ചത് അറിഞ്ഞില്ലേ കഴിഞ്ഞ ആഴ്ച? കൊള്ളാം, കൊള്ളാം. മാത്രല്ല
ആശാവർക്കർമാർക്ക് വേണ്ടി ഡൽഹിയിൽ സമരം ചെയ്യാത്രേ. ഞാനും ഇവർക്കൊപ്പം ഡൽഹിയിൽ പോയി സമരം ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ മാഡം, ഈ ധൈര്യം നിങ്ങൾ സ്വന്തം സംസ്ഥാനത്ത് 15 ദിവസത്തിലേറെയായി ആശാ ഹെൽത്ത് വർക്കറോട് കാട്ടാതെ പാപ്പരാസികൾക്ക് മുന്നിൽ ഗീർവാണം മുഴക്കിയിട്ട് എന്താ കാര്യം? നാണക്കേട് നാണക്കേട് മന്ത്രിക്കൊച്ച് നാണക്കേട് 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 മന്ത്രിക്കൊച്ച് നാണക്കേട് മാസ ശമ്പളവും ഇല്ലെന്ന് കൊച്ചു പറയും മാസ ശമ്പളവും ഇല്ലെന്ന് കൊച്ചു പറയും. ഏറ്റവും അടിസ്ഥാന വർഗക്കാരായ ആശാവർക്കർമാരുടെ ആവശ്യ സമരത്തെ ആശാവർക്കർമാരെ തെറ്റിദ്ധരിപ്പിച്ച് സമരത്തിനിറക്കിയത് അരാജക സംഘടനകളാണത്രേ. പഴയ പെമ്പിളെ ഒരു മെയ് സമരം പോലെയാണത്രേ ഇത്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീംക്കയുടെ കണ്ടുപിടുത്തമാണ്. കരീംക്ക, നിങ്ങളെ ഭരിക്കുമ്പോൾ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്താൽ അത് സർക്കാരിനെ അട്ടിമറിക്കാൻ അല്ലേ? UDF ഭരിക്കുമ്പോൾ നിങ്ങൾ സമരം ചെയ്ത അത് അവകാശ സംരക്ഷണ സമരം ഇല്ലയോ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഈ ആശാ വർക്കർമാരെ നിയമിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞത് എന്താനു? 18 വർഷം മുമ്പ് നിങ്ങളിതാ 1-2 മണിക്കൂർ മാത്രം മാറ്റി വെച്ചാൽ മതിയെന്ന്. ഇപ്പോഴോ രാപ്പകലില്ലാതെ 18 മണിക്കൂറാണ് ആ പാവങ്ങൾ പണിയെടുക്കുന്നത്, വെറും 7000 രൂപയ്ക്ക്. എന്നിട്ടും പൊയ്ക്കോ. ഒരു കാര്യമുണ്ട്, ചരിത്രം നിങ്ങൾ മറക്കാതിരുന്നാൽ മതി. ബ്ലിങ്ക് തുടരും അടുത്ത ആഴ്ച. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.